ഒരു സമുദായത്തിന്റെ ആത്മീയ നേതാവും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സാരഥിയുമായിരുന്നിട്ടും മതകക്ഷിഭേദമേന്യേ മലയാളി സമൂഹം ആദരവോടെ ഹൃദയത്തിൽ സ്വീകരിച്ച വ്യക്തിത്വമാണ് കടന്നുപോകുന്നത്. മതമൈത്രിക്കും ദേശീയോദ്ഗ്രഥനത്തിനും മഹത്തായ സംഭാവനകൾ നൽകിയ കേരളീയൻ. ഒരു സമുദായത്തിന്റെ ആത്മീയ നേതാവും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സാരഥിയുമായിരുന്നിട്ടും മതകക്ഷിഭേദമേന്യേ മലയാളി സമൂഹം ആദരവോടെ ഹൃദയത്തിൽ സ്വീകരിച്ച വ്യക്തിത്വമാണ് കടന്നുപോകുന്നത്. മതമൈത്രിക്കും ദേശീയോദ്ഗ്രഥനത്തിനും മഹത്തായ സംഭാവനകൾ നൽകിയ കേരളീയൻ. 1936 മെയ് 4-നാണ് ജനനം. പിതാവ് PMSA പൂക്കോയ തങ്ങൾ, മാതാവ് അലവിയ കുഞ്ഞി ബീവി. പാണക്കാട് DMRT സ്കൂൾ, കോഴിക്കോട് MM ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ സ്കൂൾ വിദ്യാഭ്യാസം. പ്രശസ്ത ദർസുകളിൽ മതപഠനം. 1958 ഈജിപ്തിലെ പുരാതന പ്രസിദ്ധമായ അൽ അസ്ഹർ സർവകലാശാലയിൽ ചേർന്നു. 3 വർഷത്തെ പഠനത്തിനു ശേഷം ഇസ്ലാമിക വിജ്ഞാനീയത്തിൽ ഉന്നത ബിരുദം. 1961 മുതൽ 66 വരെ കെയ്റോ യൂണിവേഴ്സിറ്റിയിൽ ചരിത്ര ഗവേഷണവും അറബ് സാഹിത്യത്തിൽ മാസ്റ്റർ ബിരുദവും. 1975 സെപ്റ്റംബർ 1-നാണ് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റത്. 3.5 പതിറ്റാണ്ടിനു ശേഷവും പ്രസിഡന്റ് പദവിയിലേക്ക് മറ്റൊരു പേര് മുസ്ലിം ലീഗ് ആലോചിച്ചിട്ടില്ല. എന്നും അധികാരത്തിൽ നിന്ന് അകന്നുനിന്ന രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. കേരളം അദ്ദേഹത്തിന്റെ സംഭാവന ഏറ്റവും കൂടുതൽ ഓർമ്മിക്കുക ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട വേളയിലാണ്. സമുദായാന്തരീക്ഷം പ്രക്ഷുബ്ധമായ ആ ഘട്ടത്തിൽ ആത്മസംയമനത്തിന് ആഹ്വാനം ചെയ്ത് കേരളത്തെ വർഗീയാഗ്നിയിൽ നിന്ന് രക്ഷിച്ചു നിർത്തിയ ജനനായകനാണ് അദ്ദേഹം. ശാന്തി സമാധാന യജ്ഞങ്ങൾ ജീവിത ദൌത്യമായി ഏറ്റെടുത്ത പൊതുപ്രവർത്തകൻ എന്ന് രാഷ്ട്രീയ എതിരാളികൾ പോലും എതിരില്ലാതെ സമ്മതിക്കും.